ഈ ഉത്തരേന്ത്യൻ ജനതയുടെ പ്രബുദ്ധത എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ഇവരൊക്കെ നിനക്ക് ചാണാൻ തിന്നുന്നവരാണ് നമ്മൾ പരിഹസിക്കുന്നത്. സീരിയസ്ലി നമ്മൾ മനസ്സിലാക്കണം, ഇന്ദിരാഗാന്ധിയോളം കരുത്തയായ പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപക്ഷെ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദിയെക്കാട്ടി പവർഫുൾ. കാരണം ഇന്ന് മോദിയുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നമുക്ക് സപ്പോർട്ടിന് അല്ല, ഒരുപക്ഷെ അദ്ദേഹം നേടിയെടുത്തതൊക്കെ ആകാമെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ അത്രയും വലുതായി. പണ്ട് നമ്മൾ അത്രയും ഇല്ല. നമ്മളെ പരിഹസിക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക പോലെ ഒരു രാജ്യം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് അറബിക്കടലിൽ നമ്മളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ആർജവം. പരാജയപ്പെടുമോ ജയിക്കുമോ എന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കത്തക്ക ഇതിൽ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി നമ്മൾ തോപ്പിച്ചില്ലേ? ആരാ തോപ്പിച്ചത്? ഉത്തരേന്ത്യക്കാരല്ലേ തോപ്പിച്ചത്? ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഫാസിസം അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ജനങ്ങളെ ദ്രോഹിച്ചപ്പോ, ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെട്ടപ്പോ ആ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചിട്ട്, അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ അടിമകളല്ല ഞങ്ങൾ, അല്ലെ? അങ്ങനെയാണല്ലോ അവിടുത്തെ ജനത തിരിച്ച് റിയാക്ട് ചെയ്ത് കൊടുത്തത്.